പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സായാഹ്നത്തിലൊരു മെസ്സേജ് ഇടാനുള്ള കാരണം, നാളെ 3 മണിക്കാണ് നമ്മൾക്ക് കൃത്യമായിട്ടും അവിടെ മറൈൻ ഡ്രൈവിൽ വന്നു ചേരുകയും അവിടുന്ന് ഇങ്ങോട്ട് ദേവാലയ അരമനയിലേക്ക് കയറുകയൊക്കെ ചെയ്യുന്നത്. 15 ദിവസമെന്ന് പറയുന്നത് നാളെയാണ്. നമുക്ക് ആ ദിവസമാണ് നമ്മുടെ അവസാന ദിവസമായി പിതാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിന് അവിടുത്തെ പോലീസ് അധികാരികൾ സാക്ഷികളാണ്. 500 പേരും സാക്ഷികളാണ്. ഇങ്ങനെ ഈ പ്രശ്നം വന്ന് പറഞ്ഞു തീരുമ്പോൾ ഇന്നലെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളെല്ലാം പാലിക്കുക. അതുപോലെ തന്നെ നാളെ ഇങ്ങോട്ട് സമരമല്ല, ഈ സമ്മേളനത്തിന് വരുന്ന ഒരു മനുഷ്യൻ പോലും, കഴിയുന്ന ഒരു മനുഷ്യനും പോലും കുർബാന സ്വീകരിക്കാതെ വരില്ല. കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് വരിക. കാരണം നമ്മൾ കുർബാനയ്ക്ക് വേണ്ടിയുള്ള സമരമായി നടത്തുന്നു. ഒന്ന്. രണ്ടാമത്, കുറേ പേർക്ക് വരാൻ പറ്റാതെ വരുമല്ലോ. ആ വരാൻ പറ്റാതെ ആയിരിക്കുന്ന മനുഷ്യരെല്ലാം നാളെ 3 മണിയാകുമ്പോൾ, ദൈവത്തിൻ്റെ കരുണയുടെ സമയമാണ് 3 മണി. 3 മണിക്ക് കരുണക്കൊന്ത ചൊല്ലി നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുക. ഞാനിങ്ങനെ പറയുന്നുണ്ട്, എന്താ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചേക്കാമെന്ന് ആരും വിചാരിച്ചേക്കരുത് കേട്ടോ. അത് കഷ്ടമാവും. ഞാനും ഉണ്ടാവും. അങ്ങനെ തന്നെ വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോ പുരോഹിതരും നാളത്തെ ബലിയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുക. അതുപോലെ ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭയിലെ അംഗങ്ങളായ, ഈ പ്രശ്നം അവസാനിച്ച് സഭയുടെ നാണക്കേട് അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും, സഭയെ സ്നേഹിക്കുന്ന സകല മനുഷ്യരും, സകല വിശ്വാസികളും നാളത്തെ ദിവസം ഈ 3 മണി സമയം പ്രാർത്ഥനയുടെ സമയമാക്കി തീർക്കണം. കാരണം ദൈവത്തിൻ്റെ കരുണയുടെ സമയത്ത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വളരെ അത്ഭുതകരമായിട്ട് ദൈവികമായി ഇടപെടലുണ്ടാകും. കർത്താവിൻ്റെ കരുണയാൽ ഈ പ്രശ്നം എന്നേക്കുമായി അവസാനിക്കണം. ഇനി ഒരിക്കലും സഭയിൽ ഇങ്ങനൊരു കാര്യം നമ്മളുടെ ജീവിതകാലത്ത് കേൾക്കുവാനിടയാകാത്ത തരത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ സംരക്ഷിക്കപ്പെടുക. നിങ്ങളാരും പേടിക്കണ്ട, ഒരു ചുക്കും സംഭവിക്കുകയില്ല. അതെ, മറ്റൊരു വന്ന് അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട. കാരണം കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആരാണ് പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ വരിക? ഗോലിയാത്തിനെ നേരിട്ട ദാവീദിനെ പോലെ, ആഹാബിനെ നേരിട്ട ഏലിയായെ പോലെ ഒറ്റയ്ക്കാണ് അവർ നിന്ന് വെല്ലുവിളിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്ത് ജയിച്ചതെങ്കിൽ അവരെ വിജയിപ്പിച്ച കർത്താവ് നാളെ നമ്മുടെ കാര്യത്തിൽ ഇടപെടും. നാളെ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ട് തമ്പുരാൻ്റെ കരുണയും സ്നേഹവും നമ്മളിലേക്ക് പെയ്തിറങ്ങും. നാളെ തന്നെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും കടന്നു വരിക. കടന്നു വരാത്തവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. 3 മണി സമയം മുതൽ ആ പ്രശ്നങ്ങളെല്ലാം അതിന്ന് കെട്ടടങ്ങും. നാളെ തീർന്ന് സന്തോഷത്തോടെ നമ്മൾ കർത്താവിൻ്റെ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്നത് സ്വപ്നം കണ്ടിന്ന് രാത്രി ഉറങ്ങുക. നാളെ പ്രഭാതത്തിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക. നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കരുണക്കൊന്ത ചൊല്ലി തമ്പുരാൻ്റെ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത്ഭുതം എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ കാണാമെന്ന് 100% ഉറപ്പ് തരുന്നു. ഞാൻ നാളെ എന്തായാലും വരും. നാളെ ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ പോയില്ല, വൈകുന്നേരം പള്ളിയിൽ പോവുക. എനിക്ക് കുർബാന സ്വീകരിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഷെയർ ചെയ്ത് ഇന്നത്തെ ദിവസം തന്നെ ലോകത്തെല്ലായിടത്തും എത്തണം. എല്ലാ വിശ്വാസികളും അറിയണം, അവർ കേൾക്കണം. അവർ മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കുറേ സമയം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുള്ള ആവശ്യമായ എല്ലാ നന്മകളും എനിക്ക് നിങ്ങൾക്ക് നൽകട്ടെ. സഭയുടെ കെട്ടുപൊട്ടി വലിയ ദൈവാനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് പ്രത്യേകമായിട്ട് പ്രേരണ തന്നതുകൊണ്ടാണ് ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് ഈ വാർത്ത ഇടുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ ഇന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. ഇത് ഇന്ന് തന്നെ എല്ലായിടത്തും എത്തണം. കാരണം നാളെ നമുക്ക് പ്രാർത്ഥന ലഭിക്കേണ്ടതാണ്. ആമേൻ.